ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ പിന്നെ നമ്മൾ ജിയോ ഗസർ ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാം. ഓക്കെ, ആഫ്രിക്ക ഉറപ്പ്, പക്കാ ഉറപ്പ്. ബൈക്ക് ഉണ്ടല്ലോ, എന്തിയാണോ ദൈവമേ. ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നില്ലേ, സ്കൂട്ടർ. ഇങ്ങനത്തെ സ്കൂട്ടർ എന്തായാലും ഇന്ത്യയിൽ ഇല്ല, ഇന്ത്യയിൽ കാണാറില്ല, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സ്കൂട്ടർ. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളെ നോക്കാം. ആളെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. പിന്നെ ബൈക്കൊക്കെ വീടിൻ്റെ പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ബൈക്ക് പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും നമ്മളുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിലെവിടെയും ഉള്ള നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ കാണുന്നൊരു പശ്ചാത്തലം പോലെ ഉണ്ട്. പിന്നെ കാറ് നോക്കാം. അത് ഷെവർലെറ്റല്ലേ, ഇതെന്താ റെനോൾട്ടോ. ഈ മോഡൽ കാറൊന്നും ഞാൻ കണ്ടല്ല ഇന്ത്യയിൽ. ഫോർഡിൻ്റെ ഇത് പേരൊന്നും അറിയില്ല കേട്ടോ ഗൈസ്, ഈ കാറിൻ്റെ. പക്ഷേ കണ്ടിട്ടില്ല ഞാൻ, എൻ്റെ അറിവ് കേടുകൊണ്ടാണെന്നറിയില്ല. അല്ല, ഇതേതാണ് ഫോർഡിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് കാറുകളൊന്നും നമ്മളവിടെ കോമൺ അല്ല. ഷെവർലെറ്റിൻ്റെ കാറുകളാണ് ഇതൊക്കെ. അതങ്ങനെ ഷെവർലെറ്റിൻ്റെ ടവേർ എന്തോന്ന് നമ്മളവിടെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് കാണുന്നത്. ഇതെന്താ 800 ആണോ? ഓക്കെ, ആഫ്രിക്ക അല്ല കേട്ടോ, സോറി ഗൈസ്, ആഫ്രിക്ക അല്ല. ഇത് നോർത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ മെക്സിക്കോ ആ ഭാഗമായിട്ട് അതായിട്ട് വരും. അതായിരിക്കും ഉറപ്പ്. ബ്രസീൽ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. കണ്ട, യെസ്, ബ്രസീൽ ഗായ്സ്, നമ്മൾ വിജയിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റ് ജയിച്ചു. സെയിം രാജ്യം തന്നെയായിരുന്നു. ചിരി മാറി, കുഴപ്പമില്ല. സോയാബീൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആണ് അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് സോറിസോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് പോയി നോക്കാം. നോക്കി ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റേസിസ്റ്റൊന്നുമല്ല, നല്ലത് ബ്ലാക്ക് കിഡ്സ് ആണത്. അതായത് ബ്ലാക്ക് മാനാണ്. സോറി, റേസിസം പറയുകയാണെങ്കിൽ ക്ഷമിക്കണം. അതൊരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആളാണ്. ഇതും കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഫയർ സ്റ്റേഷൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമാണ്. ജോഹന്നാസ്ബർഗ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ. ഏകദേശം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ജോഹന്നാസ്ബർഗ് ആവാൻ ചാൻസ് ഉണ്ട് സൗത്ത് ആഫ്രിക്ക. ജോബർഗ് എമർജൻസി മാനേജ്മെൻറ്റ്. ഓക്കെ, നമുക്ക് ഈ വഴി പോകണോ അതോ ഈ വഴി പോകണോ? അവിടെ ഒരു റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കുന്നുണ്ട്. ഈ വീടിൻ്റെ സ്റ്റൈലൊക്കെ കണ്ടിട്ടൊരു ഒരു കൊളോണിയൽ സംഭവം, അതായത് ബ്രിട്ടീഷുകാർ വന്നു പോയൊരു ലക്ഷണമുണ്ട് ഇവിടെ. അങ്ങനത്തെ സ്ട്രക്ചറാണ്. ബൈബിൾ ലീഗ് ഇൻ്റർനാഷണൽ, അതന്നെ ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. ജോഹന്നാസ്ബർഗിൽ നമ്മളൊരു ഡിസ്ട്രിക്റ്റ് 9 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ. ജോഹന്നാസ്ബർഗ് എവിടെ ഉണ്ടൊക്കെ കൊണ്ടാറോ ഇല്ല, ഇതില്ലട്ടാ. ജോഹന്നാസ്ബർഗ് കണ്ടുപിടിക്കണം. അതെ കിടക്കണം. ഡിസ്ട്രിക്റ്റ് 9 എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ പറ്റി ചെയ്തിട്ട്. നല്ല രസമുള്ള പടമാണ്. ജോഹന്നാസ്ബർഗിലാണത് നടന്നിരിക്കുന്നത്. ഒരു ഏലിയൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഒരു 18 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നു പിമ്പില്ലേ. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ രണ്ടാമത്തെ രാജ്യം നമ്മൾ കറക്റ്റാക്കി. മൂന്നാമത്തെ രാജ്യം നോക്കാം കേട്ടോ. എന്തായാലും അത് നമ്മൾ സെയിം രാജ്യമായിരിക്കുള്ളൂ നമ്മൾ സെലക്ട് ചെയ്യണത്. കറക്റ്റാക്കും ഉറപ്പ്. ഓക്കെ, അപ്പോൾ അതേ രണ്ടാമത്തെ രാജ്യം. ക്രൗഡഡ് ആണ്. ഓക്കെ, പിന്നെ സുറിട്ടുമ്പോൾ എന്താ ഭാഷ ഇത്? മെക്സിക്കോ. ഈ പുള്ളിക്കാരൻ്റെ ഇത് പോലീസുകാരൻ ആരോ തോന്നുന്നുണ്ട്. ഇത് യൂണിഫോമാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ പുള്ളിയുടെ ആമിൽ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലാഗുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് സ്പാനിഷ് ആവാനാണ് ചാൻസ്. ഈ എഴുതിയിരിക്കുന്ന സ്വീറ്റമോസ് പെഡിഡോസ് പാരാസസ് എനിക്കല്ല ഫിയസ്റ്റാസ്
സ്പാനിഷ് അല്ലേ ഫിയസ്റ്റാസ് എന്ന് പറയണത്. നമുക്ക് കുറച്ചും കൂടി പോയി നോക്കാം, 1 മിനിറ്റില്ലേ, നമുക്ക് കുറേയൊക്കെ അങ്ങോട്ട് പോയി നോക്കാം. വേറെ ഏതെങ്കിലും കുളു കിട്ടുമോ നോക്കാം. കുളു അഗ്രികൾച്ചേഴ്സ് മിസ്റ്റ്. ഇത് ചന്തയാണ്. ചന്ത ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു ചന്ത. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടല്ലേ നമ്മളിവിടുത്തെ പോലെ തന്നെ. അപ്പോൾ അതേ പോലീസുകാരല്ലേ ഇത്, നമ്മളിവിടുത്തെ പിങ്ക് പോലീസിൻ്റെ വണ്ടി തൊട്ട് ടാക്സിക്കാരനെ തോന്നുന്നുണ്ട്, പോലീസല്ല ടാക്സിക്കാരനെ തോന്നുന്നുണ്ട്. ഓക്കെ മെക്സിക്കോയിൽ എവിടെ ഇരുന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അത് നോക്കണം ഗൈസ്. 40 സെക്കൻഡ് കൂടിയുണ്ട്. മെക്സിക്കോയിൽ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മലയുണ്ടോ നോക്കട്ടെ കേട്ടോ. മലയൊക്കെ ഉണ്ടെങ്കിൽ മലേരിയ എന്ന് പറഞ്ഞ് കൊടുക്കാം, കാണാം. മലേരിയ ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ മെക്സിക്കോനെ കൊടുക്കാം. ചിലപ്പോൾ തെറ്റുവിട്ടാ ഗൈസ്, ചിലപ്പോൾ ചമ്മും, പറയാൻ പറ്റില്ല. നമ്മൾ ഇത് കൊടുക്കാം. മെക്സിക്കോ സിറ്റി തന്നെയായിരുന്നു. അതിൻ്റെ ക്യാപിറ്റൽ തന്നെയായിരുന്നു, മെക്സിക്കോൻ്റെ ക്യാപിറ്റൽ തന്നെയായിരുന്നു ഈ സ്ഥലം. നമ്മൾ അപ്പോൾ ഇപ്രാവശ്യം 3 കൺട്രി നമ്മൾ കറക്റ്റാക്കി. അപ്പോൾ ഇതൊരു കഴിവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ഇത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി 2-3 പ്രാവശ്യം കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് പ്രൊവേഷൻ എടുത്തിട്ട് നമുക്ക് പ്രൊഫഷണലായിട്ട് കളിക്കാം. ഓക്കെ അമേരിക്ക, ട്രംപ് അമേരിക്ക എന്താലേ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. വീഡിയോ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ കാണാം.